പെരുമ്പാവൂരിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ മാതാവ് രാജേശ്വരി അന്തരിച്ചു. മൃതദേഹം പെരുമ്പാവൂർ സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിവരങ്ങൾ പ്രദീപ് ജോസഫ് നൽകും. പ്രദീപ്, മകളുടെ വേർപാടിൽ തന്നെ ആ ഒരു അരുംകൊലയിൽ തന്നെ ഏറെ വേദനിച്ച് മാനസിക പ്രയാസങ്ങൾ വരെ നേരിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു ആ അമ്മ. ഇപ്പോൾ അവർ കൂടി ജീവനറ്റിരിക്കുകയാണ്. എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിച്ചത്? സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? സംഭവമാണ് നിയമ വിദ്യാർത്ഥിനിയായിരുന്ന പെരുമ്പാവൂരിലെ ജിഷയുടെ കൊലപാതകം. അമീറുൽ ഇസ്ലാം എന്നയാളാണ് ഈ കേസിൽ പ്രതിയാവുകയും ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. 2016 ഈ സംഭവം നടന്നത്. അന്നു മുതൽ തന്നെ മകളുടെ ഘാതകന് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും അല്ലെങ്കിൽ മകൾക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ജിഷയുടെ അമ്മയായ രാജേശ്വരി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ജിഷയ്ക്ക് ഒരു ചേച്ചി കൂടിയാണ് ഉള്ളത്. ജിഷയുടെ മരണത്തിന് ശേഷം സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളെ തുടർന്ന് ഇവർക്ക് ജോലിയും മറ്റും ലഭിച്ചിരുന്നു. മാതാവ് രാജേശ്വരി ഇവരുടെ വീട്ടിലൊക്കെ ആയിട്ടായിരുന്നു താമസം ഉണ്ടായിരുന്നത്. കുറച്ച് ദിവസങ്ങളായി ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഇന്ന് വൈകിട്ട് മരണം സംഭവിച്ചത്. മൃതദേഹം പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നാളെ പെരുമ്പാവൂർ മലമുറി പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കാനാണ് നിലവിലെ തീരുമാനം. ശരി, പെരുമ്പാവൂരിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ മാതാവ് രാജേശ്വരിയാണ് അന്തരിച്ചത്. മൃതദേഹം പെരുമ്പാവൂർ സർക്കാർ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്.